ത്തോടും പറഞ്ഞിരുന്നു. വളരെ ആസൂത്രിതമായി കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസാണിത്. ഗൂഢാലോചനയിലൂടെയാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കേസിന് ആസ്പദമായിട്ടുള്ള സുന്ദര കേസ് തന്നെ, അങ്ങനെ ഒരു കേസ് തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് LDF-ന് വേണ്ടി ഇവിടെ മത്സരിച്ച VV രമേശ് കൊടുത്ത ഒരു കേസാണ്, സുന്ദര കൊടുത്ത ഒരു കേസല്ല. പിന്നീട് സുന്ദരയെ വിളിച്ച് ഈ കേസിന്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു. എന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്നേക്കുമായി അയോഗ്യനാക്കാൻ വേണ്ടിയും BJP-യെ താറടിച്ച് കാണിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു കള്ളക്കേസ് ഇവിടെ കെട്ടിച്ചമച്ചത്. വലിയ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട്. CPM-ന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട്. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, വലിയ ആരോപണങ്ങൾ കെ സുരേന്ദ്രൻ കേട്ട ഒരു കേസ് കൂടിയാണിത്. പല തിരഞ്ഞെടുപ്പുകളിലും പലതരത്തിലായിരുന്നു ഈ വിഷയം LDF-ഉം കോൺഗ്രസും മറ്റും ഉപയോഗിച്ചിരുന്നത്, BJP-ക്കും സുരേന്ദ്രനുമെതിരെ. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് സുരേന്ദ്രൻ നിരപരാധിയെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആശ്വാസമുണ്ടാകുന്ന ഒരു വിധി തന്നെയാണ് ഇന്ന് വന്നത്. വിടുതൽ ഹർജിയിൽ ഇത്തരത്തിൽ ഈ കേസ് പൂർണ്ണമായും ഇവരെ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ്. വിചാരണ നടപടികളിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് ഈ കേസ് കെട്ടിച്ചമച്ചതാണ്, രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ചതാണെന്ന് ആരോപിച്ച് സുരേന്ദ്രൻ വിടുതൽ ഹർജി നൽകിയത്. എന്തായാലും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് BJP-യെയും അതുപോലെ തന്നെ കെ സുരേന്ദ്രനെയും വലിയ തോതിൽ പ്രതിസന്ധിയിലുണ്ടാക്കിയ ഒരു കേസാണ്. അത്രത്തോളം വലിയ വിവാദം അന്ന് ഈ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. വലിയ പ്രതിരോധത്തിൽ സുരേന്ദ്രനാവുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. എന്നാലും 2011-ലാണ് ഇത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചു. അതായത് 2.5 ലക്ഷം രൂപയും പണവും നൽകി ഈ പത്രിക പിൻവലിച്ചു എന്ന ഒരു കേസ് വരുന്നു. നമുക്കറിയാം ആ ചെറിയ ഭൂരിപക്ഷത്തിനായിരുന്നു അവിടെ ഈ UDF സ്ഥാനാർത്ഥി AK മഷ്റഫ് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അത് നേരത്തെ ഉണ്ടായ തവണയും ആദ്യ തവണയും അതുപോലെ തന്നെയായിരുന്നു. അതിൽ ഈ 500ഓളം വോട്ട് പിടിച്ച ഈ BSP സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതാക്കുക, അത് തന്നെയായിരുന്നു ഒരു വലിയ തോതിലുള്ള വിമർശനം ഉണ്ടായിരുന്നത്. എന്തായാലും ഇതിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് തള്ളിയതോടുകൂടി ഇത് CPM-ഉം അതുപോലെ തന്നെ BJP-യും തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്ത് ഇത്തരത്തിൽ കാര്യങ്ങൾ എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഏതായാലും 1:30 VD സതീശൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് കാസർഗോഡ്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഏതായാലും സുരേന്ദ്രൻ ഇപ്പോൾ ഇവിടെ നിന്നും പോയിട്ടുണ്ട്. 6 പേർ, അതായത് മുൻ ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണ ഷെട്ടി, സംസ്ഥാന ട്രഷറർ സുനിൽ നായിക് ഉൾപ്പെടെയുള്ള 6 പേരെയാണ് ഇത്തരത്തിൽ ഈ കേസിൽ നിന്നും പൂർണ്ണമായും കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. കോടതി പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ കേസ് നിലനിൽക്കുന്നതല്ല, മാത്രമല്ല ഈ വാദം നടക്കുന്നതിനിടയിൽ കെ സുന്ദര പരസ്പര വിരുദ്ധമായിരുന്നു സംസാരിച്ചത്. അത്തരത്തിലുള്ള ഒക്കെ നിരീക്ഷണം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല കൈക്കൂലി വാങ്ങിയ ആൾക്കും എതിരെ കേസെടുക്കേണ്ടതെന്ന കോടതി ഈ വാദം നടത്തുന്നതിനിടയിൽ ചോദിക്കുന്ന ഘട്ടമുണ്ടായിരുന്നു. എന്തായാലും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. VV രമേശൻ ഇതിൽ പറഞ്ഞത് മേൽക്കോടതിയെ സമീപിക്കും, ഇതിന് തെളിവുണ്ട്, അത് മേൽക്കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നാണ് VV രമേശൻ പറഞ്ഞിട്ടുള്ളത്. എന്നാലും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ് ഈ വിധി. VV രമേശ് ആണല്ലോ അന്നത്തെ CPM-ന്റെ സ്ഥാനാർത്ഥി. VV രമേശ് ആണല്ലോ ബൈജു ഇതുമായി ബന്ധപ്പെട്ട് നിയമപോരാട്ടം ആരംഭിച്ചത്. സുന്ദര നേരത്തെ പറഞ്ഞതുപോലെ പലതവണ മൊഴി മാറ്റുന്നുണ്ടായിരുന്നു. അന്ന് നമുക്കറിയാം സുന്ദര ആദ്യം സുരേന്ദ്രനെതിരെ നിന്നു, പിന്നീട് സുരേന്ദ്രനൊപ്പം പോകുന്ന കാഴ്ചകൾ കണ്ടു. അങ്ങനെ ഒരുപാട് കൗതുകകരമായ കാഴ്ചകൾ കൂടി കണ്ട ഒരു കേസാണ്. അപ്പോൾ നിയമപോരാട്ടം പക്ഷേ ഇനിയും തുടരും. മേൽക്കോടതിയിലേക്ക് രമേശ് പോയാൽ ഇനിയും നിയമത്തിന്റെ വഴിയിൽ തന്നെ ഈ സംഭവം മുന്നോട്ട് പോകും, അവസാനിക്കുന്നില്ല. തീർച്ചയായും VV രമേശ് അത് തന്നെയാണ് വ്യക്തമാക്കിയത്. ഈ വിധി ദൗർഭാഗ്യകരമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ കാസർഗോഡ് ജില്ലയിൽ ഇല്ല, ആലപ്പുഴയിൽ ഒരു പരിപാടി ചടങ്ങിനിടയിലാണ് ഉള്ളത്. അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ഇതിൽ എന്തായാലും തീർച്ചയായും മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ്. ഏതായാലും ഇത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ C ഷുക്കൂറും ഇന്ന് കോടതിയിൽ എത്തിയിരുന്നില്ല. അദ്ദേഹം ജില്ലയിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി വരാനുണ്ട്. ഏതായാലും VV രമേശൻ വ്യക്തമാക്കിയിരിക്കുന്നു ഇതിൽ കൂടുതൽ തെളിവുകൾ ഈ മേൽക്കോടതിയെ ബോധ്യപ്പെടുത്തും. ഇത്തരത്തിൽ സംഭവം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ താൻ മേൽക്കോടതിയെ സമീപിക്കുന്നത് തന്നെയാണ്
തന്നെയാണ് വി രമേശൻ പറഞ്ഞത്. ഏതായാലും ഇതിൽ നിയമപോരാട്ടം തുടരുമെങ്കിലും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോൾ നിലവിൽ വലിയ ആശ്വാസമാണ്. കാരണം ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ തോതിൽ പ്രചരണമാക്കാം. BJPയെയും അതുപോലെ തന്നെ K സുരേന്ദ്രനെയും കൃത്യമായി ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഈ കേസ്. അത് രാഷ്ട്രീയമായി ഇല്ലാതാക്കാനാണ് തന്നെ തെരഞ്ഞെടുപ്പിൽ എന്നേക്കുമായി മത്സരിപ്പിക്കാതിരിക്കാനുള്ള ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് CPM ഇത്തരത്തിലൊരു കേസ് ഉണ്ടാക്കിയത്. അത് രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VV രമേശൻ തന്നെയായിരുന്നു ഈ കേസുമായി മുന്നോട്ട് പോയത്. C ഷുക്കൂർ ആയിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. എന്നാലും ഈ നിയമ പോരാട്ടം തുടരുന്നു എന്ന് പറയുമ്പോഴും ഇത് ഈ കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ സുന്ദരയുടെ പല മൊഴികളും വൈരുദ്ധ്യങ്ങളും ഒക്കെ അത് മേൽക്കോടതിയിൽ പോവുകയാണെങ്കിൽ പോലും സുരേന്ദ്രന് അനുകൂലമായി തന്നെ, സുരേന്ദ്രന് ഗുണകരമായി തന്നെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ തൽക്കാലം സുരേന്ദ്രന് ഈ നിയമപ്രശ്നത്തിൽ നിന്നും പൂർണ്ണമായും മുക്തനായിരിക്കുന്നു. 6 പ്രതികളെയും ഇത്തരത്തിൽ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. രഞ്ജിത്ത്, ശരി. KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുൾപ്പെടെ ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് DGP ഇന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനവും ഇന്ന് തന്നെ ഉണ്ടായേക്കും. DGPയുടെ നേതൃത്വത്തിൽ ആദ്യം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് കൈമാറുക. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങളിൽ റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകും. ADGPയെ മാറ്റുന്ന കാര്യത്തിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിരുന്നു. CPI നേതൃത്വം ഉൾപ്പെടെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, നമുക്ക് ഈ CPIയുടെ കാര്യമാണ് പ്രധാനം. കാരണം അവരെ ബാധിക്കുന്ന വിഷയമാണ്. അതിൽ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് തുടർച്ചയായി അവർ ആവശ്യപ്പെടുന്നുണ്ട് മാറ്റണമെന്ന്. ബിനോയ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന നടപടി ഉണ്ടാകുമെന്ന്. പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു റിഫ്റ്റ് ഉണ്ടായ പശ്ചാത്തലം കൂടി നമ്മളിത് വാർത്തകളിൽ കണ്ടു. എന്താണ് മറ്റു വിവരങ്ങൾ? അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടി എന്നതിലേക്ക് തന്നെ നീങ്ങുമോ, അത് ഇന്നുണ്ടാകുമോ? രവിത്, മുഖ്യമന്ത്രി അനുവദിച്ച സമയം അല്ലെങ്കിൽ പ്രഖ്യാപിച്ച സമയം അത് കഴിഞ്ഞ് 1 മാസമാണ് ഈ അന്വേഷണത്തിന് നൽകിയിരുന്നത്. ഇപ്പോൾ 1 മാസം പിന്നിടുന്നു. വീണ്ടും 2 ദിവസം കൂടി കഴിഞ്ഞു പോകുന്നു. ഇന്നും റിപ്പോർട്ട് നൽകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഒരുപക്ഷെ തിങ്കളാഴ്ചയിലേക്ക് റിപ്പോർട്ട് കൈമാറുന്ന ദിവസം മാറിയേക്കാം എന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിയമസഭാ സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച സഭ വീണ്ടും ചേരുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി CPM-ന് മുന്നിലുള്ളത്. കാരണം മുന്നണി ഒറ്റക്കെട്ടോടുകൂടി, സർക്കാർ ട്രഷറി ബെഞ്ച് ഒറ്റക്കെട്ടോടുകൂടി ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തെ എതിർക്കുക എന്നൊരു രീതി ഉണ്ടാകുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. കാരണം ADGPയെ മാറ്റിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് CPI പല ഘട്ടങ്ങളിലായി ഉന്നയിച്ചത്. ഈ റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് വന്ന ശേഷം തീരുമാനമെടുക്കാമെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. എന്നാൽ ഈ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു ത്രിതല അന്വേഷണം അതിന് തീരുമാനമുണ്ടായിരിക്കുന്നു. നേരത്തെ തന്നെ ആ വിവരം മന്ത്രിസഭാ യോഗത്തിലും പിന്നീട് വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. ആ ഒരു ഘട്ടത്തിൽ ഇനി ഈ റിപ്പോർട്ട് വന്നാൽ പോലും MR അജിത് കുമാറിനെ മാറ്റുമോ എന്നതിൽ സംശയം അവശേഷിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ റിപ്പോർട്ട് വൈകുകയും മുഖ്യമന്ത്രി തിടുക്കപ്പെട്ട് മറ്റ് 3 അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ അന്വേഷണം തുടരുകയല്ലേ എന്ന ചോദ്യം സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി MR അജിത് കുമാറിനെ മാറ്റുമോ എന്നതുകൂടി വ്യക്തമല്ല. വിപുലമായ അന്വേഷണം, DGPയുടെ അന്വേഷണം, ഇന്റലിജൻസ് ADGPയുടെ, ക്രൈംബ്രാഞ്ച് ADGPയുടെ, വിജിലൻസ് ഡയറക്ടറുടെ ഒക്കെ തന്നെ അന്വേഷണങ്ങൾ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണത്തിന് 6 മാസമാണ്. മറ്റ് 3 അന്വേഷണങ്ങൾക്കുള്ള സമയപരിധി പോലും നിശ്ചയിച്ചിട്ടില്ല. രഞ്ജിത്ത്, അതായത് ഈ വിനോദ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മറ്റ് 3 അന്വേഷണങ്ങൾക്ക് സമയപരിധിയില്ല. ത്രിതല അന്വേഷണം എന്ന ഓമന പേരിട്ട് നമുക്കതിനെ വിളിച്ചു, അങ്ങനെയാണ് കരുതേണ്ടത്. പക്ഷേ ഈ റിപ്പോർട്ട് ഇന്ന് കൊടുക്കുന്നതോടുകൂടി ഈ ത്രിതല അന്വേഷണത്തിന്റെ ഫലം വരാതെ ഒരു നടപടിയിലേക്ക് കടക്കില്ല എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ ഇനിയും വൈകും എന്നർത്ഥം. അതിന് കാത്തിരിക്കേണ്ടി വരും. ഈ CPI-യും മറ്റും പുലർത്തുന്ന ആത്മവിശ്വാസം ഉടനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളതല്ലേ? മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഇതിൽ നിർണായകമാവുക. കാരണം അന്വേഷണത്തിന് മേൽ അന്വേഷണം എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. DGP നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യം അതായത് തൃശൂർ പൂരം അനുകൂലമായുമായി ബന്ധപ്പെട്ട് തന്റെ കടമകൾ കൃത്യമായി ADGP നിർവഹിച്ചില്ല. ഇത് അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നു. തൃശൂർ പൂരം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന ADGP ഈ സംഭവം വഷളാകുമ്പോൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. ഇക്കാര്യം മുഖ്യമന്ത്രിയെ DGP ധരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ധരിപ്പിച്ചു എന്ന കാര്യം ഏറ്റവും ഒടുവിലത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ പറയുകയും ചെയ്തു. അങ്ങനെ DGPയുടെ പക്കൽ നിന്ന് ഒരു വിവരം ലഭിച്ചിട്ട് പോലും
മുഖ്യമന്ത്രി ADGP മാറ്റുന്നില്ല. മറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം തീരുമാനമെടുക്കാം എന്നതാണ്. അതിൽ ഈ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ MV ഗോവിന്ദൻ അടക്കമുള്ളവർ, CP രാമകൃഷ്ണൻ അടക്കമുള്ളവർ പറയുന്നത് അതിൽ നിയമപരമായ കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇങ്ങനെ റിപ്പോർട്ട് വന്ന ശേഷമേ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാൻ കഴിയൂ എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നെങ്കിലും ഇത് CPI ഉയർത്തുന്നത് പൂർണ്ണമായും രാഷ്ട്രീയ വിഷയമാണ്. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ അത് ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായ ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടതില്ല. ഒരു ഇടതു സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ADGP തുടരെ RSS നേതാക്കളെ കണ്ടു. അതിൽ എന്ത് അന്വേഷണമാണ് ആവശ്യം? അത് തീർത്തും രാഷ്ട്രീയമായ ഒരു കാര്യമാണ്. ADGP-യെ മാറ്റി നിർത്തി കാര്യങ്ങൾ അന്വേഷിക്കുക എന്നൊരാവശ്യം. പക്ഷേ ഈ ഒരു ഘട്ടം വരെ നമ്മൾ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ CPI-ക്ക് മുകളിലേക്ക് ഒരു ADGP പോകുന്നു. അതായത് ഭരണത്തിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായ CPI-ക്ക് മുകളിൽ MR അജിത് കുമാർ ഇരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. തീർച്ചയായും ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അജിത് കുമാറിനെ മാറ്റുന്നതിൽ തീരുമാനം ഇന്നുണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഒരു ത്രിതല അന്വേഷണം, അത് വിപുലമായ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് താനും. VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ADGP RSS നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായം. ഇന്ത്യ ഭരിക്കുന്നവരുടെ പോഷക സംഘടനാ നേതാവിനെ കണ്ടത് മഹാപാപമായി തോന്നുന്നില്ല. പൂരം കലക്കിയതിൽ മുഖ്യമന്ത്രി ADGP-യെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. PV അൻവറിന് മലബാറിൽ CPM-നെ ഭയപ്പെടുത്താൻ സാധിക്കും. ന്യൂനപക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്നത് നേരാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. PR ഏജൻസി വിവാദം മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടും CPM-ൽ പോലും സംശയങ്ങൾ തീരുന്നില്ല. സംസ്ഥാന സമിതി യോഗത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും K ചന്ദ്രൻപിള്ളയുമാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണത്തിൽ സംശയം പ്രകടിപ്പിച്ചത്. ഞങ്ങളൊരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത്തരം ഒരു ഏജൻസിയും ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുമില്ല. ഒരു PR സംവിധാനവും ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഇല്ല. അഭിമുഖത്തിന് PR ഏജൻസി എന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എങ്ങനെയൊക്കെ വിശദീകരിച്ചിട്ടും സംശയങ്ങൾ ബാക്കിയാണ്. പൊതുസമൂഹത്തിനും പ്രതിപക്ഷത്തിനും മാത്രമല്ല, പാർട്ടി നേതാക്കൾക്ക് പോലും മുഖ്യമന്ത്രിയുടെ ന്യായീകരണം ദഹിച്ചിട്ടില്ല. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ MV ജയരാജനും ചന്ദ്രൻപിള്ളയും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. പാർട്ടി നേതാവിന്റെ മകൻ പറഞ്ഞിട്ടാണ് അഭിമുഖം കൊടുത്തതെന്ന് അവകാശപ്പെടുമ്പോഴും മുഖ്യമന്ത്രി പറയാത്ത കാര്യം എങ്ങനെ അഭിമുഖത്തിൽ വന്നുവെന്ന് വ്യക്തമായി പറയാൻ ആർക്കും കഴിയുന്നില്ല. മാത്രമല്ല, അതുണ്ടാക്കിയ ഡാമേജ് വളരെ വലുതെന്ന അഭിപ്രായമാണ് CPM-ൽ പ്രബല വിഭാഗത്തിനുള്ളത്. മലപ്പുറം ജില്ലയ്ക്കെതിരായ പരാമർശമുണ്ടാക്കിയ തിരിച്ചടിക്ക് ഉത്തരവാദി ആരെന്നും അത് എങ്ങനെ മറികടക്കുമെന്നുമാണ് പാർട്ടി നേതൃത്വത്തെ കുഴയ്ക്കുന്ന ചോദ്യം. അത് തിരിച്ചറിഞ്ഞാണ് മലപ്പുറം ജില്ലയുടെ അട്ടിപ്പേർ അവകാശം ഉന്നയിച്ച് ആരും വരേണ്ട എന്നും ജില്ലാ രൂപീകരണ ചരിത്രം വിശദീകരിച്ചും സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. CPI നേതൃത്വത്തിൽ വീണ്ടും ഭിന്നത. CPI-ൽ വക്താക്കൾ വേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പാർട്ടി നിലപാട് സെക്രട്ടറി പറയുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ADGP വിഷയത്തിൽ ദേശീയ നിർവാഹക സമിതി അംഗത്തിന്റെ പ്രതികരണമാണ് ബിനോയ് വിശ്വത്തെ പ്രകോപിപ്പിച്ചത്. അതേസമയം CPI-ൽ ഭിന്നതയില്ലെന്നും പാർട്ടിയുടെ നിലപാട് ആര് പറഞ്ഞാലും പാർട്ടി നിലപാട് തന്നെയാകുമെന്നും മന്ത്രി K രാജൻ പ്രതികരിച്ചു. പാർട്ടി എടുത്ത എല്ലാ നിലപാടും ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണെന്നും K രാജൻ പറഞ്ഞു. CPIയുടെ നിലപാട് പുറത്താക്കിയില്ലെങ്കിൽ എന്താകുമെന്ന് തീരുമാനിക്കേണ്ട ഒരു ഘട്ടമായില്ല. CPI എടുത്ത നിലപാട് തന്നെ സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ആ നിലപാടുമായിട്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകല്ലേ. അല്ല, ഞങ്ങളുടെ പാർട്ടി എക്സിക്യൂട്ടീവിൽ എന്തിനാണ് ഭിന്നത ഉണ്ടാകുന്നത്? ഞങ്ങളുടെ പാർട്ടി CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവോ CPIയുടെ സംസ്ഥാന കൗൺസിലോ ഏതെങ്കിലും വിധത്തിൽ ഭിന്നതയുള്ളൊരു കേന്ദ്രമേ അല്ല. സാധാരണ നിലയിൽ ഒരു പാർട്ടിക്കകത്തുണ്ടാകേണ്ട ആരോഗ്യപരമായ ചർച്ചകൾ ഞങ്ങളുടെ പാർട്ടിയുടെ ജനാധിപത്യ സംവിധാനം അനുസരിച്ചുകൊണ്ട് ഏതു പാർട്ടിയിലും ഉണ്ടാകുന്ന പോലെ ഉണ്ടാകും. ഇവിടെ പുറത്തു പറയേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭിന്നത ഒരു കാര്യത്തിലും ഇതുവരെ തൽക്കാലത്തെ ഈ ദിവസങ്ങളിൽ നമ്മുടെ പാർട്ടിയിലില്ല. ഇപ്പോൾ പാർട്ടി എടുത്ത എല്ലാ നിലപാടും ഏകകണ്ഠമായി പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാടാണ്. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥികളെ അടുത്ത ആഴ്ച പ്രഖ്യാപിച്ചേക്കും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ജില്ലാ കമ്മിറ്റികൾക്ക് CPM സംസ്ഥാന സമിതി നിർദ്ദേശം നൽകി. ചേലക്കരയിൽ മുൻ MLA UR പ്രദീപ് സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾക്കാണ് മുൻഗണന. അടുത്തയാഴ്ച തുടക്കത്തിൽ തന്നെ വിജ്ഞാപനം വരുമെന്ന പ്രതീക്ഷയിലാണ് CPM. നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയതും അത് മുന്നിൽ കണ്ടാണ്. രാഷ്ട്രീയമായി ഏറെ തിരിച്ചടികൾ നേരിടുന്ന സമയത്ത് ഉപതെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം CPM-ന് അനിവാര്യം. ചേലക്കരയെങ്കിലും നിലനിർത്താനായാൽ ഭരണവിരുദ്ധ വികാരം എന്ന വിമർശനം തള്ളിക്കളയാം. അതും നഷ്ടപ്പെട്ടാൽ സമാനതകളുടെ പ്രതിസന്ധിയിലേക്ക് സർക്കാരും ഭരണമുന്നണിയും വീഴുമെന്ന് ഉറപ്പ്. പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ചേലക്കരയിൽ UDF-ന്റെ മുന്നേറ്റം തടയുകയാണ് പ്രധാന ലക്ഷ്യം. തൃശൂർ പൂരം അലങ്കോലമായതടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ആശങ്കയും CPM-നുണ്ട്.
UR പ്രദീപിലൂടെ ചേലക്കര നിലനിർത്താമെന്നാണ് പ്രതീക്ഷ. ശക്തമായ സ്വാധീനമുള്ള ജില്ലയെങ്കിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയും CPM മൂന്നാമതായി, BJP രണ്ടാമതെത്തി. അവിടെ ജയിക്കുക മാത്രമല്ല, BJP ജയിക്കില്ലെന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വവും CPMനുണ്ട്. നർത്തകി മേതിൽ ദേവിക, ഫോറൻസിക് സർജൻ PB ഗുജറാൾ തുടങ്ങി പാർട്ടിക്ക് പുറത്തുള്ളവരെയാണ് ആദ്യം പരിഗണിച്ചത്. എന്നാൽ ഇപ്പോൾ സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം ബിനുമോൾക്കാണ്. UDF BJP നേർക്കുനേർ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ പാർട്ടി വോട്ടുകൾ ഉറപ്പിച്ചാൽ ജയിച്ചു കയറാമെന്നാണ് വിശ്വാസം. ഭരണപക്ഷം, പ്രത്യേകിച്ച് CPM വലിയ രാഷ്ട്രീയ തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന കാലത്താണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിൽ ചേലക്കര തെരഞ്ഞെടുപ്പിൽ വിജയം CPMന് ഏറ്റവും നിർണായകമാണ് എന്ന് മാത്രമല്ല, അഭിമാന പോരാട്ടം കൂടിയായി മാറും ചേലക്കരയിലേത്. പാലക്കാടും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാണ് CPM ശ്രമം. അതിന്റെ ഒരുക്കങ്ങളാണ് സംസ്ഥാന സമിതി നിർദ്ദേശപ്രകാരം ജില്ലാ കമ്മിറ്റികൾ ആരംഭിച്ചിരിക്കുന്നത്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കാനിരിക്കെ കോൺഗ്രസിലും തിരക്കിട്ട സ്ഥാനാർത്ഥി ചർച്ചകൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സീറ്റ് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. ചേലക്കരയിൽ രമ്യ ഹരിദാസിന്റെ പേരിന് തന്നെയാണ് മുൻതൂക്കം. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ റെക്കോർഡ് ഭൂരിപക്ഷം മറികടക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയും എന്ന പ്രതീക്ഷ UDF ക്യാമ്പിലുമുണ്ട്. സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ UDF അനുകൂല തരംഗമുണ്ടാക്കുമെന്ന വിലയിരുത്തലിലാണ് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ സംഘടനാ തലത്തിലുള്ള ഒരുക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വം സജീവമാക്കിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി പ്രതിപക്ഷ നേതാവ് VD സതീശനും ഷാഫി പറമ്പിൽ MPയുമാണ് രംഗത്തുള്ളത്. അതേസമയം പാലക്കാട് DCC നേതൃത്വത്തിന് ജില്ലയിൽ നിന്ന് തന്നെയുള്ള ജനകീയ മുഖത്തെ മണ്ഡലത്തിൽ പരിഗണിക്കണമെന്നാണ് നിലപാട്. BJPക്ക് ശക്തമായ വേരോട്ടമുള്ള പാലക്കാട് മണ്ഡലത്തിൽ പ്രാദേശിക പിന്തുണയുള്ള സ്ഥാനാർത്ഥി മത്സരരംഗത്തിറങ്ങിയാൽ മാത്രമേ വിജയിക്കാനാകുമെന്നാണ് DCC നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. അതേസമയം ഇടത് സർക്കാരിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾ അനുകൂല തരംഗമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് മറുവിഭാഗം. വിജയം നിർണ്ണയിക്കുന്നതിൽ പ്രധാനമായ കണ്ണാടി പഞ്ചായത്തിൽ LDF ക്യാമ്പിൽ നിലനിൽക്കുന്ന വിഭാഗീയത രാഹുലിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുമെന്നാണ് ഒപ്പമുള്ളവരുടെ കണക്കുകൂട്ടൽ. അതേസമയം രമ്യ ഹരിദാസിലൂടെ ചേലക്കര പിടിച്ചെടുക്കാനാകുമെന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി കൂടി മത്സരരംഗത്ത് സജീവമാകുന്നതോടെ പാലക്കാടും ചേലക്കരയിലും അതിന്റെ പ്രതിഫലനമുണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. നേമം നിയമസഭാ മണ്ഡലത്തിലും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലും താമര വിരിയിച്ച ആത്മവിശ്വാസത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJP. പാലക്കാടിനൊപ്പം ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വയനാട് പാർലമെന്റ് മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിലും BJP കൂടുതൽ ശ്രദ്ധയൂന്നുന്നത് കരിമ്പനയുടെ നാട്ടിൽ തന്നെ. പാലക്കാടൻ കാറ്റ് അത് രാഷ്ട്രീയമായി വീശുമ്പോൾ അനുകൂലമാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് BJP. സംഘടനാ സംവിധാനം പരിശോധിക്കുമ്പോൾ BJPക്ക് ആഴത്തിൽ വേരോട്ടമുള്ള മണ്ഡലം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും മത്സരിച്ചേക്കും എന്നാണ് സൂചന. കഴിഞ്ഞ തവണ മെട്രോമാൻ E. ശ്രീധരനെ ഇറക്കി BJP ശക്തമായ പോരാട്ടം കാഴ്ചവച്ചിരുന്നു. ഇടതുമുന്നണിയെ പിന്നിലാക്കി 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. BJPയുടെ സാധ്യത ഇടത് വലതു മുന്നണികളുടെ പരസ്പരമുള്ള പഴിചാരലിനും ഇക്കുറി വഴിവെക്കുന്നു. സിറ്റിംഗ് MLA ആയിരുന്ന ഷാഫി പറമ്പിലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് BJPക്ക് പാലക്കാട്ട് അവസരം ഒരുക്കുന്നതിനു വേണ്ടി UDF നടത്തിയ നീക്കം ആണ് എന്ന് LDF ആരോപിക്കുന്നു. തൃശൂർ പൂരം അലങ്കോലമായതും ADGPയുടെ RSS നേതാക്കളുമായ കൂടിക്കാഴ്ചയും CPM BJP അവിശുദ്ധ ബാന്ധവത്തിന്റെ തെളിവായി UDF ഉയർത്തിക്കാട്ടുന്നു. കരിമ്പനയുടെ മണ്ണ് തങ്ങൾക്കും വളക്കൂറുള്ളതാണെന്ന് BJP ഉറച്ചു വിശ്വസിക്കുന്നു. നേമത്തിനും തൃശൂരിനും പിന്നാലെ പാലക്കാട്ടും BJP ചരിത്രമെഴുതുമോ? VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്കും CPMനുമെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം വിഭാഗവും. AP വിഭാഗത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSFന്റെ മുഖപത്രമായ റിസാല വാരികയിലാണ് വിമർശനം. മുഖ്യമന്ത്രി വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നും പോലീസ് ഭാഷ്യങ്ങളെ മുഴുവൻ വെള്ളം തൊടാതെ നിരന്തരം ന്യായീകരിക്കുന്നുവെന്നും റിസാല കുറ്റപ്പെടുത്തുന്നു. ഇങ്ങനെ പോയാൽ CPM പൊടി പോലും ഉണ്ടാകില്ല കണ്ടുപിടിക്കാനെന്നും മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട്. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും CPMനുമെതിരെ നിശിത വിമർശനവുമായി ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന കാന്തപുരം വിഭാഗത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം വിമർശനവുമായി വന്നിരിക്കുന്നത്. പിണറായി വിജയൻ ആരുടെ PR ഏജൻസി എന്ന തലക്കെട്ടോടെയാണ് റിസാലയിലെ മുഖപ്രസംഗം. മുഖ്യമന്ത്രി വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ കാരണം ന്യൂനപക്ഷ പ്രീണനമാണെന്ന ഹിന്ദുത്വ പ്രചാരണത്തിൽ CPM വീണുവെന്നും മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. ADGP RSS കൂടിക്കാഴ്ചകളെ CPM നിസ്സാരവൽക്കരിക്കുകയാണ്.
ADGPക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്തിന്റെ തെളിവെന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട്. ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തെയും മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നുണ്ട്. അഭിമുഖ വിവാദത്തിൽ CPMന് ഉത്തരമില്ല. അഭിമുഖം BJPക്ക് ഗുണകരമായ രീതിയിൽ പ്രചരിച്ചു. മലപ്പുറത്തെ ക്രിമിനൽ തലസ്ഥാനമാക്കാനുള്ള ഹിന്ദുത്വ വർഗീയ സംഘങ്ങളുടെ പദ്ധതി ഇടതുപക്ഷത്തിന്റെ ചെലവിൽ നടപ്പാക്കിയെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി ഇടതുപക്ഷത്തെ തന്നെയാണോ പ്രതിനിധീകരിക്കുന്നത് എന്നതിൽ സംശയമുണ്ടെന്ന് പറയുന്ന മുഖപ്രസംഗം CPM ഇങ്ങനെ പോയാൽ പൊടി പോലും ഉണ്ടാകില്ല കണ്ടുപിടിക്കാനെന്ന് വിമർശിച്ചാണ് അവസാനിക്കുന്നത്. PV അൻവർ ഉയർത്തിയ വിമർശനങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് റിസാലയുടെ മുഖപ്രസംഗം. സാമുദായിക പ്രസ്ഥാനങ്ങൾ തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും അതെല്ലാം PV അൻവറിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലാകുന്നതും CPMന് നൽകുന്ന തലവേദന ചെറുതല്ല. ന്യൂസ് 18 മലപ്പുറം. TP ചന്ദ്രശേഖരൻ വധത്തിനായി വ്യാജരേഖ നൽകി സിം കാർഡുകൾ ഉപയോഗിച്ചുവെന്ന കേസിൽ പ്രതികളെ വെറുതെ വിട്ടു. കൊടിസുനി ഉൾപ്പെടെ 5 പേരെയാണ് കുറ്റക്കാരല്ല എന്നു കണ്ട് വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടത്. കുറ്റം തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി പറഞ്ഞു. അഴിയൂർ സ്വദേശികളായ ജാബിർ, നിസാർ, ദിൽഷാദ്, അഫ്സൽ, സുനിൽകുമാർ എന്ന കൊടിസുനി എന്നിവരാണ് വെറുതെ വിട്ടത്. 2012 ഏപ്രിൽ 26 ഇവർ വ്യാജരേഖ കൊണ്ട് വാങ്ങിയ സിം കാർഡ് ഉപയോഗിച്ചുവെന്ന വടകര ഡിവൈഎസ്പിയുടെ പരാതിയിലായിരുന്നു കേസ്. മുട്ടുകാട് തല്ലിയൊടിക്കുമെന്ന് SFI നേതാവിന്റെ ഭീഷണി. ആലത്തൂർ SN കോളേജിലെ KSU പ്രവർത്തകൻ അഫ്സലിനെയാണ് SFI നേതാവ് ഭീഷണിപ്പെടുത്തിയത്. SFI ആലത്തൂർ ഏരിയ കമ്മിറ്റി അംഗം തേജസാണ്. SN കോളേജിലെത്തിയ SFI നേതാക്കളുടെ ഫോട്ടോ എടുത്തതിനാണ് ഭീഷണി. കോളേജിൽ പുറമേ നിന്നുള്ള KSU SFI നേതാക്കൾക്ക് പ്രവേശന അനുമതിയില്ല. ഇത് ലംഘിച്ച് വന്നപ്പോഴാണ് ഫോട്ടോ എടുത്തത്. അഫ്സൽ ആലത്തൂർ പോലീസിൽ പരാതി നൽകി. വിനേഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷിലേക്ക് വരാം. വിനേഷ് അല്പസമയത്തിനകം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൃശൂർ വരവൂരിൽ പാടത്ത് പന്നിക്ക് വെച്ച വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് 2 പേർ മരിച്ചു. സഹോദരന്മാരായ രവീന്ദ്രൻ, അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്. ഇരുവരെയും മരിച്ച നിലയിൽ പാടത്ത് തന്നെ കണ്ടെത്തുകയായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായത് എന്നാണ് കരുതുന്നത്. ADGPയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി പോകണം. ADGPക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നു. പ്രത്യേക സംഘത്തിന്റെ യോഗത്തിന് ശേഷം റിപ്പോർട്ട് നൽകാനാണ് നീക്കം. ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക സംഘത്തിന്റെ യോഗം ചേരുകയാണ്. വിനോദ്, ഇന്നും റിപ്പോർട്ട് നൽകാനുള്ള സാധ്യതയില്ല എന്നാണോ? ADGPക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. പോലീസ് ആസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും വലിയ തോതിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പൊതുവെ ഉണ്ടായിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതിലേക്ക് കടക്കുമോ എന്നത് കാത്തിരുന്ന് കാണണം. വിനോദ് ഉണ്ട്. വിനോദ്, എന്താണ് ഈ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു, അതിന്റെ ഭാഗമായാണോ ഈ യോഗം ചേരുന്നത്? രഞ്ജിത്ത്, നേരത്തെ തന്നെ DGPയോട് റിപ്പോർട്ട് തേടിയിരുന്നു. 1 മാസം കാലാവധി പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് അത് ഈ ത്രിതല അന്വേഷണവുമായി ബന്ധപ്പെട്ടതല്ല. റിപ്പോർട്ട് നൽകേണ്ടത് 2 ദിവസം മുൻപായിരുന്നു. 1 മാസം കാലാവധി പൂർത്തിയായി. ഇപ്പോൾ ഇന്ന് റിപ്പോർട്ട് നൽകുമെന്ന ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നും റിപ്പോർട്ട് നൽകുമോ എന്ന കാര്യത്തിൽ പൂർണ്ണമായ ഒരു വ്യക്തത ആയിട്ടില്ല. ഏതായിരുന്നാലും അന്വേഷണ സംഘം ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് യോഗം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും യോഗം ചേർന്നിരുന്നു. ഏതാണ്ട് 8 മണിക്കൂറാണ് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നത്. ഇതിൽ IG സ്പർജൻ കുമാർ ഒഴികെയുള്ള ബാക്കി ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇന്നിപ്പോൾ പോലീസ് ആസ്ഥാനത്തുണ്ട്. വലിയ വിവാദമായ സംഭവമാണ്. RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച. അതിന്റെ പേരിൽ CPI നേതാക്കൾ ആവശ്യപ്പെട്ടതാണ് ADGPയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള അന്വേഷണം. പക്ഷെ ഇതുവരെയും ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ ഒഴിവാക്കിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ സംരക്ഷണം തന്നെയാണ് പ്രധാനമായി ഉള്ളത്. അദ്ദേഹം പറയുന്നത് റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം അതിൽ തീരുമാനമെടുക്കാമെന്നതാണ്. ആ റിപ്പോർട്ടാണ് ഇപ്പോഴും ചർച്ചയിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രിക്ക് ആ റിപ്പോർട്ട് കൈമാറുമായിരിക്കും. ഈ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെയാണ് ഈ ത്രിതല അന്വേഷണം, മറ്റൊരു അന്വേഷണം പ്രഖ്യാപിച്ചുള്ള മുഖ്യമന്ത്രിയുടെ നടപടി. അതിൽ ഈ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതും RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്ന് കാട്ടി DGPക്കാണ് അതിന്റെ ചുമതല നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് വന്നാൽ ADGPയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ത്രിതല അന്വേഷണത്തിൽ DGP അന്വേഷിക്കുന്ന കാര്യമുണ്ട്, അത് വന്ന ശേഷം ADGPയെ ഒഴിവാക്കുമോ എന്നത് സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. CPI പല കുറി ആവശ്യപ്പെട്ടു. അവരുടെ മുഖപത്രത്തിലൂടെയും അതോടൊപ്പം തന്നെ പ്രസ്താവനകളിലൂടെയും ഒക്കെയും ബിനോയ് വിശ്വവും പ്രകാശ് ബാബുവും അടക്കമുള്ള നേതാക്കൾ
ആവർത്തിച്ച് ആവശ്യപ്പെട്ടതാണ് ADGP മാറ്റിക്കൊണ്ടുള്ള അന്വേഷണം. ഏതായിരുന്നാലും സർക്കാരിലെ ഭരണത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായ CPIയുടെ ആവശ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. രഞ്ജിത്ത്, നടപടിയുണ്ടാകുമോ എന്ന കാര്യത്തിൽ കാത്തിരുന്ന് കാണണം. ഒപ്പം ഈ റിപ്പോർട്ട് ഇന്ന് കൈമാറാനുള്ള സാഹചര്യങ്ങളും തുലവും വിരളമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇനി മണിക്കൂറുകൾ ബാക്കിയുണ്ട്. ഇന്ന് തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. സിനിമാ ചിത്രീകരണത്തിനിടെ കാട് കയറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തി. റോഡിൽ നിന്ന് 200 മീറ്റർ അകലെ വെച്ചാണ് സാധുവിനെ വനവകുപ്പ് സംഘം കണ്ടെത്തിയത്. വിജയ് ദേവരക്കൊണ്ട നായകനായ തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിന് ഇടയിലാണ് ആനകൾ തമ്മിൽ ആക്രമണം ഉണ്ടായത്. പിന്നാലെയാണ് സാധു കാടുകയറിയത്. ഇതിന്റെ സിനിമയുടെ ചിത്രീകരണം പുനരാരംഭിച്ചു. ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഇന്നലെ ഈ നാട്ടാനകൾ തമ്മിലുള്ള പോര് അത് സാധുവിനെ പിണക്കി എന്നാണ് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് ഇവനെ തിരികെ എത്തിച്ചത്? ഇതൊരു വലിയ ദൗത്യമായിരുന്നോ? രഞ്ജിത്ത്, വലിയ ദൗത്യം തന്നെ ആയിരുന്നു. കാരണം വളരെ പെട്ടെന്ന് ഇത് അവസാനിച്ചുകൊണ്ട് അതിന്റെ ഒരു സംഘാടനത്തിലെ മികവ് നമ്മൾ കാണാതെ പോകരുത്. കാരണം ഇന്നലെ ഈ സാധു മറ്റ് ആനയുമായിട്ട് ഏറ്റുമുട്ടി അത് പരിക്കുപറ്റി പിന്നീട് കാട് കയറുമ്പോൾ വലിയ ആശങ്കയാണ് ഉയർന്നിരുന്നത്. എന്താണ്, എങ്ങനെ ഇത് എന്ന് അവസാനിക്കുമെന്നതാണ്. കാരണം ഒരു നാട്ടാന കാട് കയറുമ്പോൾ സംഭവിക്കുന്നത് കാട്ടാനകളുടെ ഒരു ആക്രമണം അതിനെതിരെ ഉണ്ടാകും. അങ്ങനെ പല കാരണങ്ങളും അതിനെല്ലാം തന്നെ ഉണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടാകുമായിരിക്കും. പക്ഷെ ഇതിന് കൃത്യമായിട്ട് അതിനെ നിരീക്ഷിക്കാനായിട്ട് ഈ വനം വകുപ്പ് അതിന്റെ ഒരു സംവിധാനത്തിലൂടെ കഴിഞ്ഞു എന്നതാണ്. അവിടെയുള്ള സ്ഥാപിച്ചുള്ള വന്യമൃഗങ്ങളെ നിരീക്ഷിക്കാൻ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ ഇതിലൂടെ എല്ലാം തന്നെ അതിനെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിനെല്ലാം കഴിഞ്ഞിരുന്നു എന്നതാണ് DFO പറഞ്ഞത്. ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഇതിനെ ഒരു നിരീക്ഷണത്തിലാക്കിയിരുന്നു. എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയതെന്നാണ്. അതിനനുസരിച്ച് ഇന്ന് വളരെ പുലർച്ചെ തന്നെ ഇവർ ഈ സംഘം കാട് കയറുകയായിരുന്നു. ദൗത്യസംഘം 50 പേരടങ്ങുന്ന ദൗത്യസംഘം കാട് കയറുന്നു. എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടിയാണ് അവർ കാട് കയറുന്നത്. കൃത്യമായ ആനയ്ക്ക് അരികിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ആന പാപ്പാൻ, ആന ഉടമ ഇവരെല്ലാം തന്നെ കൊണ്ടുവന്നു. കാരണം ഇത് അനുനയിപ്പിച്ച് കൊണ്ടുവരിക എന്ന രീതിയിലൂടെ മാത്രമേ ഈ ആനയെ തിരികേക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ അതിന്റെ ആരോഗ്യം എങ്ങനെയായിരുന്നു, അത്തരം ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ മറ്റൊന്നുമായി ഏറ്റുമുട്ടുകയോ കൂടുതൽ പരിക്കോ ഒന്നും തന്നെ അതിന്റെ ദേഹത്തുണ്ടായിരുന്നില്ല. ആരോഗ്യവാനായിരുന്നു. അത് വളരെ ആശ്വാസകരമായിരുന്നു. തുടർന്ന് ഇതിനെ സിനിമയ്ക്ക് വേണ്ടി ഒരു കാട്ടാന എന്ന രീതിയിലാണ് അതിനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ചങ്ങലകളോ മറ്റു കയറുകളോ ഒന്നും തന്നെ അതിന് ദേഹത്തില്ല. അതുകൊണ്ട് അതിനെ കൊണ്ടുവരിക എന്നത് അടുത്ത വെല്ലുവിളിയായിരുന്നത്. എങ്ങനെയാണ് അതിനൊരു പ്രകൃതി വന്നത്? അതുകൊണ്ടാണ് പാപ്പാനും അടക്കം അവിടേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് അതിനെ അനുനയിപ്പിച്ച് കാട് ഇറക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ പ്രത്യേക സജ്ജമാക്കിയ ലോറിയിൽ കയറ്റി അത് ഇപ്പോൾ കോട്ടയത്തേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പുതുപ്പള്ളിയിലേക്ക് അവിടേക്ക് എത്തുന്നു എന്നാണ്, ആനക്കോട്ടയിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ആശങ്കയുണ്ടായിരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അത്. വളരെ പെട്ടെന്ന് സംയോജിതമായ ഇടപെടലുകൾ എല്ലാത്തിലും കൂടെ തന്നെ ആനയെ തിരികെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സിനിമാ ചിത്രീകരണം അത് അവസാനിപ്പിച്ചു എന്ന രീതിയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ അതങ്ങനെയല്ല എന്ന് അതിന്റെ ഛായാഗ്രാഹകൻ ജോമോൻ ടു ജോൺ പറയുകയുണ്ടായി. ആനയെ ഉപയോഗിച്ചുള്ള ഒരു ചിത്രീകരണം അത് അവസാന ഘട്ടത്തിലായിരുന്നു. റീടേക്ക് എടുക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഇനി മൃഗങ്ങളെ ഉപയോഗിച്ച് ആനയെ ഉപയോഗിച്ചുള്ള രംഗം ചിത്രീകരിക്കേണ്ടതിൽ അത് പൂർണ്ണമായും തന്നെ അത് കഴിഞ്ഞു. ഇനി 2 ദിവസത്തെ ചിത്രീകരണം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചവരെ അത് ഒരു അവധി നൽകിയിരിക്കുന്ന രീതിയിലായിരുന്നു. കാരണം ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ മാറി നിൽക്കുകയായിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ സിനിമാ ചിത്രീകരണ സംഘം സ്ഥലത്തേക്ക് എത്തുകയും അത് ഷൂട്ടിംഗ് പുനരാരംഭിക്കാനുള്ള നീക്കത്തിലേക്കെല്ലാം കടന്നിട്ടുണ്ട്. ഏതാണ്ട് 10 ദിവസത്തോളമാണ് കേരളത്തിൽ ഈ സിനിമയ്ക്ക് വിവിധ ലൊക്കേഷനുകളായി ഷൂട്ടിംഗ് അനുവദിച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഷൂട്ടിംഗ് എല്ലാം തന്നെ നിയമപ്രകാരം തന്നെയായിരുന്നു. വനംവകുപ്പിന്റെയും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളുടെയും എല്ലാം തന്നെ അനുമതി വാങ്ങിയിട്ടുണ്ട് എന്ന് സിനിമാ സംഘാടകരും അതോടൊപ്പം തന്നെ അധികൃതരും എല്ലാം തന്നെ അറിയിച്ചു. സെപ്റ്റംബർ 30 മുതലായിരുന്നു ചിത്രീകരണത്തിന് അനുമതി നൽകിയിരുന്നത്. ഒരു തെലുങ്ക് സിനിമയാണ്, വിജയ് ദേവരക്കൊണ്ട നായകനാകുന്ന തെലുങ്ക് സിനിമയാണ്. ഒരു ശ്രീലങ്കൻ പശ്ചാത്തലത്തിൽ അത് ഒരുങ്ങുന്നു എന്നതാണ്. ആ രീതിയിലാണ് അവിടുത്തെ ചിത്രീകരണം നടന്നിരുന്നത്. എന്തായാലും ഉച്ചയോടുകൂടി ചിത്രീകരണ സംഘങ്ങൾ വീണ്ടും അവിടേക്ക് എത്തുകയും ഷൂട്ടിംഗ് ആരംഭിക്കുവാനുള്ള രീതിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ ആശങ്ക ഉയർന്നിരുന്ന ഒരു വിഷയമായിരുന്നു അത്. രാവിലെ വളരെ കൃത്യമായ ഒരു ഏകോപനത്തിലൂടെ തന്നെ അത് അവസാനിപ്പിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും സാധു തിരികെ നാട്ടിലെത്തി എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. അല്പസമയത്തിനകം ഈ പുതുപ്പള്ളി സാധുവിനെ അല്പസമയത്തിനകം പുതുപ്പള്ളിയിലെ ആനക്കോട്ടയിൽ എത്തിക്കും എന്നാണ് മനസ്സിലാകുന്നത്. പുതുപ്പള്ളി സ്വദേശിയാണ് സാധു. സിനിമാ ചിത്രീകരണത്തിനായാണ് ഇവനെ വിട്ടുകൊടുത്തിരുന്നത്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ആനകളെ ഉപയോഗിച്ചുള്ള ചിത്രീകരണം പൂർത്തിയായെന്ന് ഛായാഗ്രാഹകൻ ജോമോൻ ടി ജോൺ പറഞ്ഞു. അവസാന ഷോട്ട് ഒന്നുകൂടി റീടേക്ക് എടുക്കുകയായിരുന്നു. ഷൂട്ടിംഗ് തീരുന്ന സമയത്താണ് ആന വിരണ്ടോടിയതെന്നും ജോമോൻ ടി ജോൺ പറഞ്ഞു.
രാവിലെ തൊട്ട് ഷൂട്ട് തുടങ്ങി. ഒരു 11:30 ആയപ്പോഴാണ് ആനയുടെ പോർഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 11:30 തൊട്ടൊരു ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു 3:30, 4 ആയപ്പോഴത്തേക്ക് നമ്മളൊരു പടത്തിന്റെ ഷൂട്ടൊക്കെ നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് തീർന്നിരുന്നു. ലാസ്റ്റ് ഷോട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഈ സാധു എന്ന് പറയുന്ന ആന ഫ്രണ്ടിൽ നിൽക്കുന്നു. തൊട്ട് ബാക്കിൽ ആണ് മറ്റേ ആന വരുന്നത്. അതൊരു ബാക്കിൽ നിന്ന് ഇങ്ങനെ കുത്തി. അപ്പോൾ നമ്മളതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അത് സാധു വീണ്ടും തിരിച്ചു വന്ന് പൊസിഷനിലേക്ക് നിന്നു. രണ്ടാമത്തെ കുത്ത് പക്ഷേ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കുത്തായിരുന്നു. അതിലാണ് ഇറങ്ങി ഓടിയത്. അത് നമ്മൾ ആളുകളെല്ലാവരും അതിൽ നമ്മൾ എല്ലാവരും സ്കാറ്റേഡായി പലരും പല സ്ഥലത്തേക്ക് പോയി. അതെ 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 വളരെ നോർമൽ. കാര്യം ഇത് 5 ആന ഉണ്ടായിരുന്നു. അത് 5 ഇങ്ങനെ ലൈനായിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ നിന്നിരുന്നായിരുന്നു സാധു. അതിന്റെ ബാക്കിൽ നിന്ന് ആന അതിനെ കുത്തി. പക്ഷെ അത് കുത്തി കണ്ടിട്ടും വീണ്ടും തിരിച്ചു വന്നൊരു പൊസിഷനിലേക്ക് നിന്നു. രണ്ടാമത്തെ കുത്തിലത് പക്ഷേ അത് കുറച്ച് സ്ട്രോങ് കുത്തായിരുന്നു. അതിലാണ് ഈ സാധുവിനെ അല്പസമയത്തിനകം പുതുപ്പള്ളിയിലെ ആനക്കൊട്ടിൽ എത്തിക്കും. ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതുപ്പള്ളിയിലെ ആനക്കൊട്ടിലാണ് സാധുവിനെ എത്തിക്കുക. ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും അല്പസമയത്തിനകം തന്നെ. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. 5 ആനകൾ ഉണ്ടായിരുന്നു. ഇതിൽ ആനകൾ തമ്മിൽ പരസ്പരം ഒരു ചെറിയ വഴക്കുണ്ടായി. തുടർന്ന് പിണങ്ങിയ സാധു കാട്ടിലേക്ക് ഓടിപ്പോവുകയായിരുന്നു. ഇപ്പോൾ സാധുവിനെ ഇന്ന് രാവിലെ കണ്ടെത്തി. അതിനുശേഷം ഇപ്പോൾ പുതുപ്പള്ളിയിലെ ആനക്കൊട്ടിലേക്ക് സാധുവിനെ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതുപ്പള്ളി സാധു എന്നാണ്, പുതുപ്പള്ളിക്കാരനാണ് ഇവൻ. പുതുപ്പള്ളിയിലാണ് ഇവൻ്റെ ഉടമ ഉള്ളത്. പുതുപ്പള്ളി സാധു എന്നാണ് ഇവൻ്റെ പേര്. ഇപ്പോൾ ആ പുതുപ്പള്ളിയിലെ ആനക്കൊട്ടിലിൽ എത്തിച്ചു. നമുക്ക് ആ ലോറിയിൽ അവനെ എത്തിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ഒപ്പം പനമ്പട്ട ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടി ഒപ്പം എത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ അല്പസമയം ഒരു ആശങ്കയും പരിഭ്രാന്തിയും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും ശാന്തനായി ഇവൻ തിരികെ വന്നു എന്നാണ് മനസ്സിലാകുന്നത്. പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതാണ് സംഭവിച്ചത്. ഏതായാലും ആനക്കൊട്ടിലെ ഷൂട്ടിങ്ങിനിടയിലാണ് സാധു അല്പസമയം ഒന്ന് പിണങ്ങിയത്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതുപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത്. പുതുപ്പള്ളിയിലെ ആനക്കൊട്ടിലിൽ അവനെത്തി എന്നുള്ളതാണ് പ്രധാനം. സാധു തിരികെ അവൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത്, അതായത് പുതുപ്പള്ളി സ്വദേശി പുതുപ്പള്ളി സാധു എന്ന് തന്നെയാണ് പേര്, എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം കുറച്ച് ദിവസത്തെ ഒരു വിശ്രമമൊക്കെ ഉണ്ടാകുമെന്ന് കരുതണം. കാരണം ദീർഘനാളത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ ക്ഷീണം കാണും. അപ്പം അതിനുശേഷം ഇന്നലത്തെ അവൻ്റെ കുസൃതി അതും വലിയ തോതിൽ ചർച്ചാ വിഷയമായ ഒന്നാണ്. അതിനുശേഷം ഇപ്പോൾ അവന് ഇനിയുള്ള എന്താണ് നീക്കം എന്ന കാര്യമൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. ഉടമയുമായി സംസാരിക്കാൻ സാധിക്കും അല്പസമയത്തിനകമെന്നും മനസ്സിലാകുന്നുണ്ട്. പുതുപ്പള്ളി സാധുവിൻ്റെ ഇപ്പോൾ പുതുപ്പള്ളിയിലെ ആനക്കൊട്ടിലെത്തിച്ച പുതുപ്പള്ളി സാധുവിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്നലെയാണ് ഈ ആന പിണങ്ങിയത്. അതിനുശേഷം തിരികെ കാട്ടിൽ നിന്ന് നേരെ നാട്ടിലെത്തിച്ചു. 200-300 മീറ്റർ അകലെ, റോഡിൽ നിന്ന് 300 മീറ്റർ അകലെയായിരുന്നു അവനുണ്ടായിരുന്നത്. വനം വകുപ്പ് അധികൃതരാണ് അതിനെ കണ്ടുപിടിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തിരിച്ച് അവനെ അവൻ്റെ നാട്ടിൽ പുതുപ്പള്ളിയിലേക്ക് എത്തിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. ജോമോൻ ടി ജോൺ ക്യാമറാമാൻ നേരത്തെ മാധ്യമങ്ങളോട് ഇന്നലെ ഈ ഷൂട്ടിംഗ് പൂർണ്ണമായും മുടങ്ങി പുതുപ്പള്ളി സാധു കാട് കയറിയതിനെ തുടർന്ന് എന്നുള്ള വിവരങ്ങളാണ് ഇന്നലെ പുറത്തു വന്നിരുന്നത്. പക്ഷേ അത് ക്യാമറാമാൻ മലയാളിയായ ജോമോൻ ടി ജോണാണ്. ജോമോനെ നമുക്കറിയാം, അടുത്ത കാലത്ത് ഇറങ്ങിയ വളരെ പ്രധാനപ്പെട്ട നിരവധി ചിത്രങ്ങളുടെ ARMൻ്റെ അടക്കം ക്യാമറാമാനായിരുന്നു. ജോമോൻ പറഞ്ഞത് സാധുവിനെ ഭാഗങ്ങൾ, അതായത് ആനയുടെ ഭാഗങ്ങളെല്ലാം പൂർത്തിയായി എന്നാണ്. ശ്രീജിത്ത്, പുതുപ്പള്ളിക്കാരനാണ് സാധു. എന്താണ് ഇനിയുള്ള പരിപാടി? രഞ്ജിത്ത്, ഇനിയുള്ള പരിപാടി എന്തെന്ന് ഉടമയൊന്നും വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും സ്വന്തം താവളത്തിലേക്ക് ആന മടങ്ങിയെത്തുന്നു. പുതുപ്പള്ളി സാധു പുതുപ്പള്ളിയിലെ ആനക്കോട്ടയിലേക്ക്, ആനത്തറവാട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. ഇനി വൈകാതെ ഇതിൽ നിന്ന് താഴേക്ക്, ഈ ലോറിയിൽ നിന്ന് താഴേക്ക് ഇറക്കും. നിരവധി ആളുകൾക്ക്, നിരവധി ഫാൻസ് ഉള്ള ആന കൂടിയാണ് ഈ പുതുപ്പള്ളി സാധു. അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ കാണാനും എത്തിയിട്ടുണ്ട്. വൈകാതെ ഇവിടെ നിന്ന് പുറത്തേക്ക്
ഇറക്കും എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് പുതുപ്പള്ളിയിലെ ഈ ആനക്കോട്ടയിലേക്ക് ആനയെ എത്തിച്ചിട്ടുള്ളത്. നിരവധി ആളുകൾ ഇവിടെ എന്തായാലും കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ട്. എന്തായാലും വൈകാതെ ഈ പട്ടയും മറ്റും ഇവിടെ നിന്ന് താഴേക്ക് ഇറക്കി ആനയെ വൈകാതെ താഴേക്ക് ഇറക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് പ്രിയപ്പെട്ട ആളാണ് സാധു. സാധുവിന് നിരവധി ഫാൻസ് ഉള്ള ഒരു ആന കൂടിയാണ്. ആ നിലയിൽ കൂടി ആളുകളും സാധുവിനെ വളരെ സ്നേഹിക്കുന്ന ആളുകളും ഒക്കെ തന്നെ ഇവിടെ കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. പേര് പോലെ തന്നെ സാധു ഒരു സാധുവാണ് എന്നുള്ളതാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള വിവരമാണ് ആളുകളിൽ നിന്ന് ലഭിക്കുന്നത്. 1999 അരുണാചൽ പ്രദേശിൽ നിന്ന് സാധുവിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നാണ് ഇതിൻ്റെ ഉടമകളും മറ്റ് പ്രധാനപ്പെട്ട ആളുകളും ഒക്കെ പറയുന്നത്. ഇപ്പോൾ ഇതാ ഇതിൻ്റെ ബാക്ക് തുറന്നു കഴിഞ്ഞു. ഇനി ആനയെ പതുക്കെ താഴേക്ക് ഇറക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകാതെ ഇറക്കും. ഇവിടെ ഈ ആനയ്ക്ക് പ്രത്യേക ഓരോരുത്തർക്കായി ഓരോ കൂടുകളുണ്ട്. 4 ആനകൾ ആണ് ഈ പുതുപ്പള്ളിയിലെ ആനത്തറവാട്ടിലുള്ളത്. അതിലൊരാളാണ് സാധു. ഈ സമീപകാലത്ത് ഒരു ആന ഇതിൽ ഒന്ന് ചരിഞ്ഞു പോവുകയും ചെയ്തിരുന്നു. എന്തായാലും കേശവനും അർജുനനും സാധുവുമൊക്കെ ഈ ആനത്തറവാട്ടിലെ പ്രധാനപ്പെട്ട താരങ്ങളാണ്. എന്തായാലും സാധു ഒരുപക്ഷെ ഒരു വാർത്തകളിലൊക്കെ ഇടം പിടിച്ച ശേഷമുള്ള മടങ്ങിവരവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആളുകളും കാത്തു നിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. വൈകാതെ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. നിരവധി ആളുകളുണ്ട്. നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിയുമോ നോക്കാം. ചേട്ടാ, നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണോ? ഇവനെ ഇടയ്ക്ക് കാണാനൊക്കെ വരാറുള്ളതാണ്? ഞങ്ങൾ ഇവിടുത്തെ ആനക്കാരാ. ഇവര് ഇങ്ങനെ കേട്ടപ്പോ ഒക്കെ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഞങ്ങളെല്ലാരും പോയി അവിടെ പോയായിരുന്നു. ഇവന്റെ ഒരു പേര് പോലെ ഒരു സാധുവാണ്, പാവമാണ് അല്ലേ? നിങ്ങളോട് ഇവിടുത്തെ പുതുപ്പള്ളി കേശവന്റെ പാപ്പാനാണ്. അപ്പം നമ്മളിതൊക്കെ അറിഞ്ഞപ്പോഴത്തന്നെ പെട്ടെന്നൊരു ഷോക്കായിരുന്നു. എന്നാലും ഞങ്ങൾ കാലത്ത് തന്നെ അവിടെ എത്തിയായിരുന്നു. ഇത് മറ്റൊരു ആനയുടെ കുത്ത് കിട്ടിയിട്ട്, കൂടെയുള്ള ഒരു ആനയുടെ കുത്ത് കിട്ടിയിട്ട് പേടിച്ച് പോയതാ. ഈ മറ്റു പല ആനകളെക്കാട്ടി പല സവിശേഷതകളും ഉണ്ടല്ലേ സാധുവിന്? അങ്ങനെ തീർച്ചയായിട്ടും 10 അടി പൊക്കക്കാരനാണ് സാധുവാന. അപ്പം അതിൻ്റെതായിട്ടൊരു പേരും പ്രസക്തിയുള്ള ഒരു ആനയാണിത്. രഞ്ജിത്ത്, ഈ ആനക്കാർ തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്, ആനയുടെ പ്രിയപ്പെട്ട വിശേഷങ്ങൾ പറയുന്നത്. എന്തായാലും ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. സാധു ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആന ഈ ഇതിലേക്ക് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ആനക്കൂട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ്. ആനക്കൂട്ടിൽ എന്ന് പറയുമ്പോൾ ഇവിടെ തുറന്നുള്ള കൂടാണ് ഉള്ളത്. അവിടേക്ക് മാറ്റും, അവിടെ വിശ്രമം എന്നുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കുന്നത്. ആനയ്ക്ക് ഇവിടെ വെള്ളം കൊടുക്കാനുള്ള ശ്രമമാണ് രഞ്ജിത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് പതിവായി അതിന് വെള്ളം കൊടുക്കുന്നത്. ആ സ്ഥലത്താണ് ഇവനുള്ളത്. പൈപ്പ് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ആ പൈപ്പിൽ നിന്ന് പൈപ്പ് തുറന്നു കൊടുത്താൽ മതി, അതാണ് സാധുവിൻ്റെ ശീലം. ഇതാ കാണാം, അതിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ്. തുമ്പിക്കൈയിലേക്ക് വെള്ളം എടുക്കുന്നു, അതങ്ങനെ കുടിക്കാനുള്ള ശ്രമമാണ്. അതാ നോക്കൂ, ഒരു പൂർണ്ണ തോതിൽ ആ തുമ്പിക്കൈ നിറയുന്നത് വരെ വെള്ളം പിടിക്കുന്നു. അതിനുശേഷം ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അത്ര നേരം കാത്തിരുന്ന ശേഷം അതിന് സ്ഥിര പരിചയമുള്ള ഒരു കാര്യം കൂടിയാണ് ഇത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ നിലയിൽ കൂടി വേണം. സാധു നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്കെല്ലാം പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ വലിയൊരു ഷോക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഈ ആന ഇവിടുത്തെ പാപ്പാന്മാരെല്ലാവരും പറയുന്നത്. അപ്പോൾ അതേപോലൊരു ഷോക്ക്, കാരണം അവർക്ക് അത്രയും പ്രിയപ്പെട്ട ആളാണ് സാധു. അതുകൊണ്ട് തന്നെ ആ ഒരു പേടിയും മറ്റും ഉണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് വളരെ ആശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രത്തിലേക്കാണ് സാധു മടങ്ങിയെത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ ഇതിൽ ഇറക്കിയ ശേഷം ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ വെള്ളം കൊടുക്കുകയാണ്. ഇനിയും അത് സാധുവിനൊരു വിശ്രമം എന്നുള്ള നിലയിൽ തന്നെയാണ് സാധുവിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പാപ്പാന്മാർക്കൊക്കെ പ്രിയപ്പെട്ട ആളാണ് സാധു. പാപ്പാന്മാർക്ക് മാത്രമല്ല നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട ആളാണ്. വളരെ ഏറെ നേരമായി അദ്ദേഹം ഈ ആന ഇവിടെ എത്തി വെള്ളം കുടിക്കുന്നു. അല്പസമയം മുമ്പ് ഇവിടെ എത്തിയ ആന ലോറിയിൽ നിന്ന് ഇറക്കിയ ശേഷം വെള്ളം കൊടുക്കുന്നു. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിലെ പൂരപ്രേമികളെ സംബന്ധിച്ച് നിരവധി കേന്ദ്രങ്ങളിൽ, നിരവധി തൃശ്ശൂർ പൂരം അടക്കമുള്ള കേരളത്തിലെ ഏതാണ്ട് എല്ലാ
പൂരങ്ങൾക്കും പങ്കെടുത്തിട്ടുള്ള ആന കൂടിയാണ് പുതുപ്പള്ളി സാധു. ആ നിലയിൽ കൂടി പ്രശസ്തനാണ്. നിരവധി ഫാൻസ് ഉണ്ട്, ഒരുപാട് ആരാധകരുണ്ട്. കാരണം സാധു പേര് പോലെ ഒരു സാധു ആയതുകൊണ്ട് തന്നെ ആ നിലയിൽ കൂടി ആളുകൾക്ക് വളരെ ചേർന്ന് നിന്ന് ചിത്രമെടുക്കാനും ഒക്കെ യാതൊരു പ്രശ്നവുമില്ലാത്ത ആളുകൂടിയാണ് സാധു. അതുകൊണ്ട് തന്നെ അത്രത്തോളം ആളുകൾക്ക് പ്രിയപ്പെട്ട ആളാണ്. 1999 മുതൽ അരുണാചൽ പ്രദേശ് പുതുപ്പള്ളിയിലാണ് ഇപ്പോൾ സാധു ഉള്ളത്. പുതുപ്പള്ളിയിലെ അവൻ്റെ ആനക്കൊട്ടിലിൽ സാധു എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം അങ്ങോട്ടേക്ക് കയറ്റും. പ്രധാനപ്പെട്ട സിനിമാ ചിത്രീകരണത്തിന് ശേഷം അല്പം വിശ്രമത്തിനായി കൂടിയാണ് സാധു ഇവിടെ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ ഒരുപാട് ഫാൻ ബേസുള്ള ഒരു ആന കൂടിയാണ്. ഒരുപാട് ആളുകൾ സാധുവിനെ കാണാൻ ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. ഇടയിലാണ് ഇന്നലെ ഒരു കുസൃതി കാട്ടുകയും തുടർന്ന് കാട്ടിലേക്ക് കയറി പോവുകയും ചെയ്തത്. അത് വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം കാട്ടിൽ ഒരു 300 മീറ്റർ അകലെ ഉണ്ടായിരുന്നു ആള്. അതിനുശേഷമാണ് ഇപ്പോൾ തിരിച്ച് വന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവനിപ്പോൾ അവൻ്റെ പുതുപ്പള്ളിയിലെ സ്വന്തം സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ശ്രീജിത്ത്, ഇനിയിപ്പോൾ 1-2 ദിവസമൊക്കെ വിശ്രമമായിരിക്കും അല്ലേ? പാപ്പാന്മാരെന്തെങ്കിലും പറയുന്നുണ്ടോ? ഉടനെ തിരക്കേറിയ പരിപാടികൾ വല്ലതും ഉണ്ടോ? രഞ്ജിത്ത്, അത്തരം വിവരങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇത് സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടിയായിരുന്നു ഈ സാധുവിൻ്റെ ഷെഡ്യൂൾ ഇപ്പോൾ ഉള്ളത്. ആ ഷൂട്ടിങ്ങിനിടയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്, അപ്രതീക്ഷിതമായ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ആനയ്ക്ക് വിശ്രമമാണ് ആവശ്യമെങ്കിൽ അത് നൽകും എന്നുള്ളതാണ് ഇവിടെ ഉള്ള അല്പന്മാരിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. ഉടമയും അത് തന്നെയാണ് പറയുന്നത്. അതിലൊരു മുതൽ ഈ ഒരു ഇവിടെ ഒരു എന്താ പറയുക, വിശ്രമം നൽകുക എന്നത് വേണോ അതോ ഇനി ഷൂട്ടിംഗ് തുടരണോ എന്നൊക്കെ കാര്യത്തിൽ മുതലൊരു അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല എന്നൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നത്. അതായത് ആന ഉടമയും ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. എന്തായാലും അതിനെല്ലാം പിന്നാലെ ഇപ്പോൾ എന്തായാലും അതിന്റെ സ്വന്തം സ്ഥലത്തേക്ക് എത്തുന്നു. ആന ഒരു റെസ്റ്റ് വേണം എന്ന് തിരിച്ചറിഞ്ഞത് കൂടി തന്നെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആന ഏറെ നേരമായി ഇതാ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നു. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പരിധിവരെ അതിന്റെ ഒരു വലിയ റിലാക്സിങ്, ഒരു അത്രത്തോളം ആശ്വാസകരമായി കുടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഈ ആനയെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ എന്തൊക്കെ, ഇനി എങ്ങനെയൊക്കെ വിശ്രമം, ഇക്കാര്യങ്ങളിലൊക്കെ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് വൈകാതെ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും ആന ഇവിടെ തുടരുകയാണ്. രഞ്ജിത്ത്, ആന ഇപ്പോൾ പുതുപ്പള്ളിയിലുണ്ട്. പുതുപ്പള്ളിയിലെ അവൻ്റെ വിശ്രമ കേന്ദ്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും എന്നാണ് കരുതുകയും മനസ്സിലാക്കുകയും വേണ്ടത്. കാരണം ദീർഘനാളത്തെ ഷൂട്ടിംഗ് തിരക്കുകളിലായിരുന്നു, സിനിമാ ഷൂട്ടിംഗ് തിരക്കുകളിലായിരുന്നു സാധു. ഒപ്പം മറ്റ് 4 ആനകൾ കൂടി ഉണ്ടായിരുന്നു. ഈ 5 ആനകൾ തമ്മിൽ അല്പം ഒരു കശപിശ ഉണ്ടായപ്പോഴാണ് സാധു പിണങ്ങി അകത്തേ കയറിപ്പോയത്. സാധാരണയായി ഈ പേര് പോലെ തന്നെ സാധുവാണ്, അങ്ങനെ ശല്യക്കാരനൊന്നും അല്ല ഈ സാധു എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അതിനുശേഷമാണ് ഇപ്പോൾ ദീർഘദിവസത്തെ ഷെഡ്യൂളിന് ശേഷമാണ് ഇപ്പോൾ തിരിച്ച് സാധു എത്തിയിരിക്കുന്നത്. ശ്രീത്ത് തുടരുന്നുണ്ട്. ശ്രീത്ത്, ഇവൻ്റെ അല്പം ഏതാണ്ട് കുറച്ച് ദിവസമായി ഷൂട്ടിംഗ് സ്ഥലത്തായിരുന്നു. ഈ മറ്റ് എന്തെങ്കിലും ഉത്സവത്തിന് എഴുന്നള്ളത്തിന് കൊണ്ടുപോവുക, മറ്റ് തിരക്കേറിയ ഒരാനയാണോ? നേരത്തെ ശ്രീത്ത് പറഞ്ഞത് ഒരുപാട് ഫാൻസ് ഉള്ള ഒരാനയാണ് എന്നുള്ളതാണ്. ഇവന് എന്താണ് ഇവൻ്റെ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉടമസ്ഥൻ പുതുപ്പള്ളി തന്നെയുള്ള ആളാണെന്ന് പറയുന്നു. നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ മറ്റു സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്ന ആനയാണ്. അത്തരം മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, തീർച്ചയായും ഇതിന് വളരെ ഫാൻ ബേസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇത് തൃശ്ശൂർ പൂരത്തിനടക്കം പങ്കെടുത്തിട്ടുള്ള ഒരു ആനയാണ്. ഇവിടെ പ്രാദേശികമായി മേഖലയിൽ എല്ലാ പൂരങ്ങൾക്കും ഒക്കെ പങ്കെടുക്കുന്ന ആളാണ്. ഇത്തിത്താനം ഗജമേളയിൽ ഗജരത്നം എന്നുള്ള പദവിയൊക്കെ ലഭിച്ചിട്ടുള്ള ആനയാണ്. ലക്ഷണമൊത്ത ആന, അങ്ങനെ ആന പ്രേമികൾക്കിടയിൽ അത്തരം ആന കൂടിയാണ് പുതുപ്പള്ളി സാധു. അതുകൊണ്ട് ആ നിലയിലൊക്കെ പ്രധാനപ്പെട്ട ഒരു പേരും ഒക്കെയുള്ള ആളാണ്. എന്തായാലും ഈ പുതുപ്പള്ളി സാധുവിന്റെ ഈ പറയുന്ന ഈ പരിചരിക്കുന്ന ആളുകൾ, പാപ്പാന്മാരൊക്കെയും വലിയ സങ്കടമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് വേണം അവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് കേൾക്കാൻ. ഒരു സംഭവം ഉണ്ടായി എന്ന് കേട്ടപ്പോൾ വലിയൊരു ഷോക്കായിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് അവരെല്ലാം പറഞ്ഞത്. പക്ഷെ പിന്നീട് ഇതിങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം ആളെ അത്രയും അടുത്തറിയുന്നവരാണ് ഇതിന്റെ പാപ്പാന്മാർ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇതൊരു എന്താ പറയുക, ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് തിരിച്ചറിയുന്നു എല്ലാവരും അവരാണ്. എന്തായാലും വെള്ളം കുടിച്ചു കഴിഞ്ഞു. അതാണ് അവനെ ഇങ്ങോട്ടേക്ക്
മാറ്റുകയാണ്. ഈ കൂട്ടിലേക്ക് തന്നെ കയറ്റി നിർത്താൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് സാധിക്കും. ആനയെ പുതുപ്പള്ളി സാധുവിനെ കൂടിനുള്ളിലേക്ക് കയറ്റുകയാണ്. അവന് ഇപ്പോൾ അല്പസമയത്തിനകം പാപ്പാനും ഒപ്പമുണ്ട്. കൂട്ടിനുള്ളിലേക്ക് ആനക്കൂട്ടിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ, ആനക്കൂട്ടിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വെള്ളം കുടിച്ച് ദാഹമൊക്കെ അകറ്റി ഇനി ആഹാരം മറ്റും കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് പുതുപ്പള്ളി സാധു. നിരവധി ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് അതിനെ കാണാനും വിശേഷങ്ങൾ അറിയാനുമൊക്കെയായി. കാരണം ഇന്നലെയൊക്കെ മാധ്യമങ്ങളിൽ ഒരുപാട് നിറഞ്ഞു നിന്ന ഒരാന കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പുതുപ്പള്ളി സാധുവിന് എന്ത് സംഭവിച്ചു എന്നറിയാനായി വരുന്നുണ്ട്. ഇങ്ങനെ സാധാരണ പിണങ്ങുന്ന ഒരാനയല്ല, പക്ഷേ ഇന്നലെ അത്തരമൊരു സാഹചര്യത്തിലേക്ക് കടക്കേണ്ടി വന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ കൂട്ടിനുള്ളിൽ സാധു കയറി. അതിന് വെള്ളം പിടിച്ച് അതൊന്ന് തണുക്കാൻ തണുക്കാൻ വേണ്ടിയുള്ള പണിയാണ് സാധു സ്വയം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പുതുപ്പള്ളി സാധു തിരിച്ച് കൂട്ടിലെത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. എത്ര പാപ്പാന്മാരുണ്ട് ശ്രീത്ത്? ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലും പാപ്പാന്മാരുണ്ടായിരുന്നല്ലോ. അവർ ഇവൻ പിണങ്ങുന്ന സാഹചര്യങ്ങൾ വല്ലതും വിശദീകരിക്കുന്നുണ്ടോ? ശ്രീത്ത്, പുതുപ്പള്ളി സാധു ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, പുതുപ്പള്ളി സാധു ഇപ്പോഴുള്ളത് പുതുപ്പള്ളി അവൻ്റെ കൃത്യമായി തന്നെ അവൻ്റെ സ്ഥലത്ത് അവൻ്റെ ആനക്കൊട്ടിലിൽ എത്തിയിരിക്കുന്നു. ഇനിയുള്ള വിശ്രമ ദിവസങ്ങളാണ്, കുറച്ചുനാൾ വിശ്രമത്തിലാണ് പുതുപ്പള്ളി സാധു ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാവുകയും പുതുപ്പള്ളി സാധുവിനെ പെട്ടെന്ന് പ്രകോപനത്തിൻ്റെ പേരിൽ കാട്ടിലേക്ക് കയറി പോവുകയും മറ്റും ചെയ്ത് അതിനുശേഷം തിരികെ വന്നു. തിരിച്ച് വെളിയിൽ കൊണ്ടുവരാൻ സാധിച്ചു. ഫോറസ്റ്റും മറ്റും നടത്തിയ തെരച്ചിലാണ് ഇവനെ കണ്ടെത്തുകയും തുടർന്ന് തിരിച്ച് നാട്ടിലെത്തിക്കുകയും മറ്റും ചെയ്തത്. ഏതായാലും പുതുപ്പള്ളി സാധു ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കാണുമെന്ന് പ്രതീക്ഷ. ശ്രീത്ത്, ഈ പാപ്പാന്മാരെന്തെങ്കിലും ഇന്നലത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ? രഞ്ജിത്ത്, അവരിങ്ങോട്ട് വന്ന് ഈ ആനയെ പരിചരിക്കുന്ന ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. വൈകാതെ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. നേരത്തെ തന്നെ രഞ്ജിത്ത് നമ്മളോട് ആദ്യമായി അവർ സംസാരിച്ചതുമാണ്. അവരതിൽ ചൂണ്ടിക്കാണിക്കുന്നത് പറഞ്ഞത് പാപ്പാന്മാരാണ് നേരത്തെ നമ്മളോട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പെട്ടെന്ന് കേട്ടപ്പോൾ ഉള്ള അവർക്കൊരു വലിയ വിഷമം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ പറയുകയും ചെയ്തത്. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് പള്ളിയിലെ ഈ ആന കൂട്ടിലേക്ക് സാധു തിരിഞ്ഞെത്തിയപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി ആശ്വാസമായി എന്നുമാണ് കരുതുന്നത്. എന്തായാലും ഈ ഒരു ആന കൂട്ടിനുള്ളിൽ ഇവിടെ ഒരു ചെറിയ മണൽ നിറച്ച വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആന അവിടെ സ്വയം കുളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് ഇതൊക്കെ തുടരും തൽക്കാലത്തേക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. കുറച്ച് ദിവസം ഉണ്ടാകും, കുറച്ച് ദിവസം പുതുപ്പള്ളി സാധു ഇവിടെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. പുതുപ്പള്ളി സാധുവിന് തണുപ്പ് വെള്ളം കൊടുക്കുന്നു, അവന് കുളിർമ നൽകാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു, കുടിക്കാനുള്ള വെള്ളം അടക്കം നൽകുന്നു. ആഹാര സാധനങ്ങളും പനമ്പട്ട അടക്കം അവിടെ തയ്യാറാണ്. അല്പസമയത്തേക്കും ആഹാരവും അവൻ കഴിക്കും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്. എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം. കോഴിക്കോട് നടക്കാവ് കൊട്ടാരം റോഡിലെ സിതാരയിൽ വജ്രവും മരതകവും പിടിപ്പിച്ച ആഭരണങ്ങളും സ്വർണവും ഉൾപ്പെടെ 26 പവൻ മോഷണം പോയി. എം ടിയും ഭാര്യയും വീട്ടിലില്ലാത്ത സമയത്താണ് മോഷണം നടന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. സെപ്റ്റംബർ 22-നും 30-നും ഇടയിലാണ് സംഭവം നടന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി അലമാരി പരിശോധിച്ചപ്പോഴാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത്. 3 മാല, വള, കമ്മൽ, ഡയമണ്ട് കമ്മലും ലോക്കറ്റും മരതകം പതിച്ച ലോക്കറ്റുമാണ് മോഷ്ടിക്കപ്പെട്ടത്. ബാങ്ക് ലോക്കറിലുണ്ടെന്ന് കരുതി ലോക്കറിൽ പരിശോധന നടത്തിയെങ്കിലും കാണാതായതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മോഷ്ടാക്കൾ അലമാര കുത്തിപ്പൊളിച്ചിട്ടില്ലെന്ന് പോലീസ് പറയുന്നു.
അലമാരയുടെ സമീപത്തുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് തുറന്നാണ് സ്വർണം മോഷ്ടിച്ചിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിവിധ ജോലികൾക്കായി വീട്ടിലെത്തിയവരെയും ഹോം നഴ്സുമാരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ന്യൂസ് 18 കോഴിക്കോട്. ഹരിയാനയിൽ നിന്നെത്തിയ കവർച്ചാ സംഘത്തിന്റെ മോഷണത്തിന് പിന്നിൽ വൻ ആസൂത്രണം. മോഷ്ടാക്കൾ തമിഴ്നാട്ടിലേക്ക് എത്തിയത് ഈ മാസം 25-ന് 3 സംഘങ്ങളായിട്ടാണെന്ന് പോലീസ്. സുബൂർകാന്ത്, സൌഗിൻ എന്നിവർ ഫ്ലൈറ്റ് മാർഗം ഹരിയാനയിൽ നിന്നും കോയമ്പത്തൂരിലെത്തി. മുഹമ്മദ് ഇക്രം, ഇർഫാൻ സക്കൂർ, അസ്ഹർ അലി എന്നിവർ കാറിൽ കോയമ്പത്തൂരിലേക്ക് എത്തി. ഡൽഹിയിൽ നിന്നും ചെന്നൈയിലേക്ക് ട്രക്കുമായി എത്തിയത് മുബാറക്കും ജുനദീനുമാണ്. 7 പേരടങ്ങുന്ന കവർച്ചാ സംഘം 26-ന് ഒന്നിച്ചത് കോയമ്പത്തൂരിൽ വെച്ചാണെന്നും ഇവിടെ വെച്ച് കാർ ട്രക്കിൽ കയറ്റിയ കവർച്ചാ സംഘം കോയമ്പത്തൂർ പാലക്കാട് വഴി തൃശൂർ മണ്ണുത്തിയിലെത്തിയെന്നും പോലീസ് പറയുന്നു. മണ്ണുത്തിയിൽ നിന്നും കാർ പുറത്തിറക്കിയ സംഘം ഗൂഗിൾ മാപ്പ് നോക്കി ചാലക്കുടി ഇരിങ്ങാലക്കുട വഴി മാപ്രാണത്തും പിന്നീട് ഷൊർണൂർ റോഡിലും കവർച്ച നടത്തി. കവർച്ചയുടെ പ്രധാന ആസൂത്രകൻ മുഹമ്മദ് ഇക്രമെന്ന് പോലീസ് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരെയുള്ള കേസ് ഒത്തുതീർപ്പാക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രമിച്ചുവെന്ന ആരോപണവുമായി ആലപ്പുഴയിലെ കോൺഗ്രസ് നേതാക്കൾ. കേസ് എഴുതിത്തള്ളിയതിനെ സംബന്ധിച്ചുള്ള വിവരം ലഭ്യമായിട്ടും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് പാർട്ടി നേതൃത്വത്തെ അറിയിക്കാതിരുന്നത് സംശയകരമാണെന്ന് KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ പറഞ്ഞു. അജയോട് വിശദീകരണം തേടാനാണ് പാർട്ടിയുടെ തീരുമാനം. കേസ് എഴുതിത്തള്ളിക്കൊണ്ടുള്ള റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചത് ഓഗസ്റ്റ് 24-നാണ്. തൊട്ടടുത്ത ദിവസം തന്നെ പരാതിക്കാരനായ അജയ്ക്ക് നോട്ടീസും കൈമാറി. എന്നാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വിവരം പുറത്തു കൊണ്ടുവരുന്നതുവരെയും കേസിനെ സംബന്ധിച്ച വിവരം അജയ് പാർട്ടി നേതൃത്വത്തിന് കൈമാറിയിരുന്നില്ല. രാഷ്ട്രീയപരമായി കോൺഗ്രസിന് ഉപയോഗിക്കാവുന്ന ആയുധമായിട്ടും നേതൃത്വത്തോട് മറച്ചുവെച്ചതെന്തെന്ന സംശയമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത്. യുവ നേതാവിന്റെ നീക്കത്തിനെതിരെ ജില്ലയിലെ മുതിർന്ന നേതാവും KPCC ജനറൽ സെക്രട്ടറിയുമായ AA ഷുക്കൂർ തുറന്നടിച്ചു. ആ കാര്യത്തിൽ എനിക്ക് ഒരു വലിയ സംശയം തോന്നുകയാണ്. ഞാൻ ഇന്നലെ പോലും അജയ്യായിട്ട് സംസാരിച്ചിരുന്നു. വൈകുന്നേരം രാത്രി ഈ വാർത്ത കാണുന്നു. ഞാനും ഓർക്കുകയാണ്, ഓഗസ്റ്റ് മാസത്തിൽ പുറത്തു വന്ന ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് സംബന്ധിച്ച് മാധ്യമങ്ങൾ അത് പുറത്തു കൊണ്ടുവരുമ്പോഴും ഇത്തരം ആളുകൾ ഞങ്ങളോട് ഇനിയിപ്പോൾ എന്നോട് പറയാതിരുന്നതായിരിക്കാം, പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മുടെ പല ആളുകൾക്കും അറിയില്ല. അതാണ് സത്യം. അജയ്ക്കൊപ്പം മർദ്ദനമേറ്റ തോമസിനോട് പോലും കേസ് റെഫർ ചെയ്ത കാര്യം അജയ് അറിയിച്ചില്ലെന്ന് നേതാക്കൾ പറയുന്നു. മാധ്യമങ്ങളിലൂടെ മാത്രമാണ് തോമസും ഇക്കാര്യം അറിഞ്ഞത്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് തോമസ് ഈ ഇതിലെ സത്യത്തിൽ ഇരയായ രണ്ടാമത്തെ ആളാണ്. അയാൾക്കും ഇത് സംബന്ധിച്ച് അറിയില്ല എന്ന് വരുമ്പോൾ അത് എന്തോ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് പാർട്ടിയും വിദ്യാർത്ഥി സംഘടനയും യൂത്ത് കോൺഗ്രസും ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ച് കാര്യങ്ങൾ നീക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേസുമായി നിയമപോരാട്ടത്തിന് ഇറങ്ങിയപ്പോൾ പാർട്ടി തീരുമാനിച്ച അഭിഭാഷകനെ മാറ്റി സ്വന്തം നിലയ്ക്ക് അഭിഭാഷകനെ ഏർപ്പെടുത്തിയതും ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1 മണിവരെ 36.69% പോളിംഗ്. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി, കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടർ, ഭൂപീന്ദർ സിംഗ് ഹുഡ എന്നിവർ വോട്ട് രേഖപ്പെടുത്തി. അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് BJP നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, പോളിംഗ് സമാധാനപരമാണെന്ന് മനസ്സിലാകുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കാര്യമായ അനിഷ്ട സംഭവങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സമാധാനപരമായി പോളിംഗ് മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഉച്ച വരെയുള്ള കണക്കുകൾ, 1 മണി വരെയുള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം ഏതാണ്ട് 37% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 36.69% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ ചില ജില്ലകളിൽ 40%-ലധികം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫത്തേബാദിൽ 40%, ജിൻഡിൽ 42%, കുരുക്ഷേത്രയിൽ 41%, ഒപ്പം തന്നെ പൽവാലിൽ 42%, ഒപ്പം യമുന നഗറിൽ 42%. ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ പോളിംഗ്. മറ്റിടങ്ങളിലും അതിനോട് ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്ന പോളിംഗ് ശതമാനം തന്നെ മറ്റ് ജില്ലകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ പ്രതീക്ഷ ഈ ഘട്ടത്തിൽ BJPയും കോൺഗ്രസും ഒരുപോലെ പങ്കുവെക്കുന്നുണ്ട്. അതായത് 3ാം തവണയും ഭരണത്തിൽ വരും എന്ന പ്രതികരണമാണ് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമുള്ള നേതാക്കളുടെ പ്രതികരണം. മുഖ്യമന്ത്രി, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമായ മനോഹർലാൽ ഖട്ടർ തുടങ്ങിയവരൊക്കെ തന്നെ അത്തരം പ്രതികരണങ്ങൾ നടത്തി. 50 സീറ്റിന് മുകളിൽ നേടുമെന്ന
പ്രതീക്ഷയാണ് ഖട്ടർ പങ്കുവച്ചതെങ്കിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുമെന്ന് ഭൂപീന്ദർ സിംഗ് ഹൂഡയും നിലവിൽ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രിയുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ JJPയും ഒപ്പം തന്നെ INLD അടക്കമുള്ള കക്ഷികളും എല്ലാ മണ്ഡലങ്ങളിലും മത്സരിച്ചുകൊണ്ട് സജീവമായി തന്നെ രംഗത്തുണ്ട്. കഴിഞ്ഞ സർക്കാർ BJP രൂപീകരിച്ച JJPയുടെ പിന്തുണയോടുകൂടിയാണ്. അപ്പോൾ JJP നേതാവ് ദുഷ്യന്ത് ചൗത്താല ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം ഞങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ BJPക്കും കോൺഗ്രസിനും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പാർട്ടികൾ പിടിക്കുന്ന സീറ്റുകൾ സ്വാഭാവികമായും നിർണായകമാകും. പക്ഷേ അതിനിടെ കുമാരി ശൈലജ കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കിയിട്ടുള്ളത് പാർട്ടി ഹൈക്കമാൻഡ് ആയിരിക്കും അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും എന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹൂഡയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന നേതാവാണ് കുമാരി ശൈലജ. ആ നിലയ്ക്ക് ആ പ്രതികരണം ശ്രദ്ധേയമാണ്. ഏതായാലും വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്. ശരി. കോട്ടയത്ത് ആംബുലൻസ് വീട്ടിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ രോഗി മരിച്ചു. പാലപ്ര സ്വദേശി PK രാജുവാണ് അമിത രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചത്. പൊൻകുന്നം ആട്ടിക്കലിൽ പുലർച്ചെ 4 മണിക്കായിരുന്നു അപകടം. കാഞ്ഞിരപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പാലായിലെ ആശുപത്രിയിലേക്ക് രോഗിയെ കൊണ്ടുപോകുമ്പോഴായിരുന്നു അപകടം. CPM നേതാവായിരുന്ന ആനത്തലവട്ടം ആനന്ദൻ അന്തരിച്ചിട്ട് ഇന്ന് 1 വർഷം. ചിറയൻകീഴിലെ വീട്ടിൽ നടന്ന അനുസ്മരണത്തിൽ മന്ത്രി VN വാസവൻ പങ്കെടുത്തു. നിരവധി പ്രവർത്തകർ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. വൈകിട്ട് അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന അനുസ്മരണ യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Choose your special. സ്വർണം ഗ്രാമിന് 7080, പവന് 56,640. ഗ്രാമിന് സ്വർണം 18 ക്യാരറ്റ് 5885, പവന് 47,080. വെള്ളി ഗ്രാമിന് 99, കിലോയ്ക്ക് 99,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Choose your special. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.